ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പപ്പായ തോരൻ്റെ റെസിപ്പി കാണാം. ഇത് വളരെയധികം ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ അരമുറി പപ്പായയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഇതുപോലെ പീസായിട്ട് മുറിച്ച് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ സെൻറ്ററിലുള്ള ഭാഗമെല്ലാം കളഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലി ഒന്ന് ചെത്തിക്കൊടുക്കുക. ചെത്തിക്കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഇത് ചീകിയാണ് എടുക്കുന്നത്. ഞങ്ങളിതിനെ ചീകി എടുക്കുക എന്നാണ് പറയുന്നത്. കൊത്തി അരിഞ്ഞെടുക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ കൈ കൊണ്ട് കൊത്തി അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഈ അരമുറി പപ്പായ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നതെല്ലാം കൂടെ ഇതുപോലെ അങ്ങോട്ട് ചീകി എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ പപ്പായ എല്ലാം നല്ലപോലെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി തോരന് ആവശ്യമായിട്ട് കുറച്ച് തേങ്ങ, ഒരു സവാള, ഒരു പച്ചമുളക്, 2 വറ്റൽമുളക് എന്നിവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 തുണ്ട് വെളുത്തുള്ളിയാണ്, അതൊന്ന് ചതച്ചെടുക്കണം. ഇനി മറ്റൊരു പാത്രത്തിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് പൊട്ടിക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇതിനകത്ത് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു സവാളയും ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ ചീകി വെച്ചിരുന്ന പപ്പായയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി അതിനകത്തോട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, സ്വല്പം നല്ല ജീരകം എന്നിവ ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുന്നുണ്ട്. ജാറിനകത്തൊന്നും വെച്ചിട്ട് ചതയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ കൈ കൊണ്ട് തന്നെ നല്ലപോലെ തിരുമ്മിയെടുത്താൽ മതി. ഇനി അത് ആ തോരനകത്തോട്ട് തട്ടിക്കൊടുക്കുകയാണ്. ഈ തോരന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. പപ്പായയിൽ നല്ല ജലാംശം ഉണ്ടാവും. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. പപ്പായ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരട്ടെ. ഇത് ആവിയിലിരുന്നിട്ട് തന്നെയാണ് വെന്ത് കിട്ടേണ്ടത്. ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴത്തേനും നല്ലതുപോലെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് തന്നെ ഇതുപോലെ തോരൻ വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലതുപോലെ ഇവിടെ പപ്പായ തോരൻ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ വളരെയധികം സിമ്പിൾ റെസിപ്പിയും കൂടാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നമ്മുടെ പറമ്പിലൊക്കെ നിസ്സാരമായി കാണുന്ന പപ്പായ കൊണ്ടിട്ടാണ് ഈ ഒരു തോരൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ആരും ഇനി പപ്പായ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ കളയണ്ട, ഇതുപോലെ തയ്യാറാക്കി കൂട്ടി നോക്കിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും തയ്യാറാക്കുന്നതായിരിക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറന്നു പോകരുതേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.